വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങൾക്ക് നടുവിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെ പരാജയങ്ങൾക്കെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അറിയിച്ച വിമർശനം നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞു. ഇനി പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ മികവോടെ അടുത്ത കളിയിൽ കളത്തിലിറങ്ങുക എന്നതാണ്. അതെ, ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ അവരുടെ മൈതാനത്ത് അംഗത്തിനിറങ്ങുകയാണ്. ചെന്നൈയിൻ എഫ്സിക്ക് ഈ സീസണിൽ മികച്ച മത്സരങ്ങൾ എന്ന് അവകാശപ്പെടാൻ ഒന്നും തന്നെയില്ല. തീർത്തും തകർന്നടിഞ്ഞു പോയൊരു ടീം. എന്നാൽ ISLന്റെ ചരിത്രത്തിൽ ഇതുവരെയും അവരുടെ തട്ടകത്തിൽ ചെന്ന് ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആധിപത്യത്തോടെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ ചെന്നൈയിൻ എഫ്സി തങ്ങളുടെ മൈതാനത്ത് വരവേൽക്കുന്നത്. അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയിൽ വന്ന ISLന്റെ ആദ്യഘട്ടത്തിൽ സമനില നേടിയതിന്റെ മുൻതൂക്കം ഉണ്ടാവും ഓവൻ ഗോയലിന്റെ ചെന്നൈയിൻ എഫ്സിക്ക്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും ടീമിനെ കരകയറ്റാനുള്ള നിർണായക മത്സരം കൂടിയാകും ഇത്. നിലവിൽ 14 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുമായി 4ാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഷീൽഡ് പ്രതീക്ഷയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ കൊടുക്കണമെങ്കിൽ ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിച്ചേ മതിയാകൂ. കാരണം ഒരു സൈഡിൽ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മറ്റൊരു സൈഡിൽ പോയിന്റ് ടേബിളിൽ മുൻനിരയിൽ നിൽക്കുന്ന ടീമുകളുടെ മത്സരഫലങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന FC ഗോവ മോഹൻ ബഗാൻ മത്സരത്തിൽ ബഗാൻ വിജയിക്കുകയും പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ നിൽക്കുന്ന FC ഗോവയുമായുള്ള പോയിന്റ് വ്യത്യാസം കുറയ്ക്കാൻ സാധിച്ചു. ഇനി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ FC ആണ്. ഒഡീഷയും 1-2 മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയാൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമാകാൻ സാധിക്കും. എന്നാൽ വരും മത്സരങ്ങളിൽ മാക്സിമം വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് പരാജയങ്ങളുടെ കണക്കുകൾ മറന്ന് ചെന്നൈയുടെ മണ്ണിൽ ഇതുവരെയും വിജയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന ചരിത്രവും മാറ്റിക്കുറിച്ച് ഷീൽഡ് പ്രതീക്ഷയിൽ സജീവമാകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.